ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഷിലോങ്ങിലേക്കാണ്. അവിടെ നല്ല ഷോപ്പിങ്ങും നല്ല മ്യൂസിയവും അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ കാണാനുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഡേയിലേക്ക് കിടക്കാം. കമോൺ. അപ്പം ഇന്ന് ഞങ്ങൾ അതിനു മുന്നായിട്ട് ഇവിടെ ഒരു ഓർഫനേജ് പോലെ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ തന്നെ മഠത്തിൻ്റെ കെയർ ഓഫിൽ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ട്, ഒരു 10-15 കുട്ടികളുണ്ട് തോന്നുന്നു. അപ്പോൾ അവരെ കാണാൻ വന്നേക്കാണ്. നോക്കി, അവരുടെ സ്ഥലം ദേ ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഇത്ര കുട്ടികളുണ്ടാവും, ഒരു 10-15 കുട്ടികളുണ്ടാവും. കാണിക്കണ്ട കേട്ടോ കുട്ടികളൊന്നും. അപ്പോൾ നമ്മൾ ഡോൺ ബോസ്കോ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഷിലോങ്ങിലുള്ളൊരു മ്യൂസിയമാണ്. അതിപ്പോൾ ഭയങ്കര വേർത്തെന്ന് പറയുന്നത്. ഇവിടുത്തെ കൾച്ചറും ഇൻഡിജിനിയസ് കൾച്ചറും അത് കാണിക്കാനുള്ളതാണ്. 7 मंजिल है और 17 गैलरीज है। घूमने के लिए तो 1.5-2 घंटा मिलेगा, लेकिन आपका ऊपर तक कितना टाइम अंदर भी ले सकते। हाँ, और सिर्फ गैलरीज में सबसे ऊपर में वहाँ भी छत में वहाँ बोला स्काई वॉक में बस एक पूरा सिटी मिलेगा। शिलोंग व्यू पॉइंट में वही पे मिलेगा। वहाँ तो मिस मत कीजिए, वहाँ तो बहुत अच्छा व्यू वहाँ पर मिलेगा। അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല നിങ്ങളോട് പറഞ്ഞു. നമ്മളിന്ന് വന്നേക്കുന്നത് പോലീസ് ബസാറിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ വിശാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ബിഗ് ബസാർ. ഇത്രയും സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. നമുക്ക് കാണാം. റോഡ് സൈഡിലെല്ലാം നിറയെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത്തിരി മഴ പെയ്തു. ഞങ്ങൾക്ക് ഇത്രയും ദിവസം മഴയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ്. ആരോ കണ്ണു വെച്ചിട്ടാണ് ഇത്രയും ദിവസം ഒരു മഴയൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷെ ഷോപ്പിംഗ് ആയപ്പോൾ മഴയായി. ദാറ്റ് ഈസ് ടു സാഡ്. ചിപ്പല് അങ്ങനെ എന്ത് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ഒരു മാള് മാരിണ്ട്. അവിടേക്ക് പോവാ. ഈ പേഴ്സ്, കുട്ടി പേഴ്സ് വാങ്ങാല്ലേ തിരിച്ചു വരുമ്പോൾ. കോളിഫ്ലവർ, ഷാൽമാർട്ടിലെത്തി ഗൈസ്. നമ്മൾ നേരെ എക്സ്പ്ലോർ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ബാഗിൽ ഇവിടുത്തെ ഇത് നല്ല ടേസ്റ്റാണ്. 95 ഉണ്ടല്ലോ. അപ്പോൾ മാളിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ ഷൂട്ടിങ് അനുവദിച്ചില്ല. അപ്പം നമ്മളതൊക്കെ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മഠത്തിലൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലേറ്റ് ലൂമിലേക്കാണ് വന്നേക്കുന്നത്. ലേറ്റ് ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് മേഘാലയയുടെ പേര് പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇടമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര മഞ്ഞ് മൂടി കോട നിറഞ്ഞ് കിടക്കായിരുന്നു. പക്ഷേ കോടയില്ലെങ്കിൽ നന്നായിട്ട് മേഘങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ കോടയൊക്കെ അങ്ങനെ മാഞ്ഞു പോയത്. ആ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കര കോടയായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ലൊരു ഗ്രാമപ്രദേശമാണ്, നല്ല നീറ്റായിട്ടുള്ള ഗ്രാമപ്രദേശമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കോണ്, അതുപോലെ തന്നെ നിറയെ സ്ട്രോബെറി, അതൊക്കെ കാണാമായിരുന്നു. പിന്നെ ഈ കുഞ്ഞ് വഴി നേരെ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് ലേറ്റ് ലൂം കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ 20 rupees ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നു. തണുപ്പാണ് ഗേൾസ്, അറ്റ് ദ സെയിം ടൈം ഇതായിരുന്നു കോട. വ്യൂ ഒന്നും കാണാനില്ല. അടിപൊളി ഷോട്ട്സ് എടുക്കണം, കോട ഷോട്ട്സ്. നമ്മളിവിടെ എത്തി ഗൈസ്. ഭയങ്കര കോടയാണ്. നമ്മുടെ എല്ലാ സ്ഥലത്തും ഫുള്ള് കോടയാണ്. വ്യൂ ഒന്നും കാണാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. വ്യൂ ഇവിടെ ശരിക്കും മേഘങ്ങൾ ഫുള്ളും കാണുന്നത്. മേഘാലയയുടെ പേരിനെ അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലേറ്റ് ലൂം എന്ന് പറയണത്. പക്ഷെ ഒന്നും കാണാനില്ല, ഫുൾ കോടയാണ്. കാണിച്ചതാണ് നിങ്ങൾ നോക്ക്.
മേഘങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് തൊടാന്നാണ് പറയുമ്പോൾ ഞങ്ങൾക്ക് മേഘങ്ങൾ ഇവിടെ ആരെയും തൊടാനില്ല. ഫുള്ള് ആരെയാ തൊടണേ? മഞ്ഞിനെ തൊടാം. മേഘമല്ല ഇത് കൂടി ചേർന്നാണ് മേഘം മിസ്റ്റർ. എന്ത് വേടി വല്ലതും കിട്ടി തിരിച്ചണ്ട താഴെ പോവാണ്ടിരിക്കാൻ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഗേസ്. അതേടാ വ്യൂ കാണാം. നമുക്ക് കാണാം. അവിടെ ഇറങ്ങി ഗൈസ്. ഞങ്ങൾക്ക് ഇപ്പം എല്ലാം കാണാം. ഇത്ര നേരം ഒന്നും കാണാറുന്നില്ല. ഞങ്ങളുടെ കൂടെ വന്നൊരു വഴിക്ക് വെച്ച് നിന്നു ഗൈസ്. പക്ഷെ ഇപ്പം നമുക്ക് കുടയൊക്കെ കാണാം. കുട ഇറങ്ങിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ മേഘം കാണാം. പക്ഷെ ഇപ്പം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മേഘം കാണാമെന്ന് ഞങ്ങൾ വിചാരിക്കണം. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് മേഘം കാണാൻ പറ്റും. നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. വെയിറ്റിംഗ്. അങ്ങനെ ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കാണുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കോടയൊക്കെ പോയിട്ട് ഫുള്ള് നമുക്ക് വിസിബിൾ ആയിരുന്നു കേട്ടോ. ചേട്ടന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. ടീ കുടിക്കാൻ കഴിച്ചിന് നമുക്ക് കോടയിലൊരു ടീ. ഇങ്ങനൊരു സെറ്റപ്പ് അടിപൊളിയായിട്ടാണ്. നമുക്ക് കനല് കൊണ്ട് നടക്കുക ലൈവായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ടീ ഉണ്ടാക്കാം അവർ. ഉയരം കൂടുന്നവരും ചായക്ക് സ്വാദ് കൂടും. ഇങ്ങനെയാണല്ലോ ലാലേട്ടൻ പറഞ്ഞത്. ഞങ്ങളൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഏറ്റവും മലമുകളിൽ വന്നപ്പോൾ ഒരു ചായ കുടിക്കുകയാണ് ഗൈസ്. നല്ല കോടയിൽ നല്ല ചൂട് ചായ. സൂപ്പർ പെർഫെക്റ്റ്. കോട ഇറങ്ങി നമുക്ക് മേഘങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വിധത്തിലായിട്ടുണ്ട് ഗൈസ്. ദേടാ ഞാൻ വരണ ഫോൺ ഓഫ് ചെയ്തിട്ട് വരാല്ലേ. മേഘമൊക്കെ ഇറങ്ങി തുടങ്ങി. നല്ല അടിപൊളി വ്യൂ ആയി തുടങ്ങിയിട്ടാ. മഞ്ഞൊക്കെ മാറി തുടങ്ങി. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടാ. മേഘം നമുക്ക് തൊട്ടടുത്ത് കാണാം. അതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നത്. ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിടിച്ചോട്ടെ അതുമാതിരി കൈ ഇളകുമ്പോൾ അങ്ങോട്ട് പോയാ. അപ്പോൾ അതേ മേഘം നമുക്ക് അടുത്ത് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. കൊട കയറി ഇവിടെ വീണാ പോയില്ലേ? അത് പോയി. You eat. Bye bye.